ഇഹക്കുട്ടിയുടെ ചോറുണ്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചിരിച്ച് കിടക്കുന്നതൊന്നുമല്ല ആള്, കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഇഹക്കുട്ടീൻ്റെ ലൈഫിൽ ഇത്രയും കരഞ്ഞിട്ടുള്ള ഒരു ഡേ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ബഹളമായിരുന്നു ഇന്ന് ഫുള്ള്. അപ്പോൾ നമ്മളിതേ എല്ലാവരും റെഡിയായി അമ്പലത്തിൽ പോവുകയാണ്. ഇവിടെ അടുത്തുള്ളൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്കിന്ന് ചോറൂണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 നാളിൻ്റെ ഉള്ളിൽ ചോറ് കൊടുക്കണം എന്ന് പറയും. ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ കുറച്ച് ഡിസ്കംഫേർട്ടാണ്. എന്നാലും ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് അവൾ ഉറക്ക സമയമെല്ലാം കൂടെ ആയതുകൊണ്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തീരെ സഹകരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളത്തെ ഒരു ദിവസം കൂടിയുള്ളൂ ആൾക്ക് ചോറ് കൊടുക്കാൻ. അപ്പോൾ ഇനി ലേറ്റ് ആക്കണ്ടെന്ന് നമ്മളും വിചാരിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ 9 മാസം എന്തോ കഴിയണമെന്ന് പറഞ്ഞു. നീ പറ്റു കൊടുക്ക. അതൊന്ന് തൊട്ട് രാവിലെ വെച്ചാൽ അതും പഞ്ചാമൃതം അല്ല ഓരോന്നോരോന്ന് കൂടിക്കുന്ന ആ പഴം അവസാനം ഉപ്പ് അതിന് മുന്നേ അങ്ങനെ ക്രമമൊന്നുമില്ല കേട്ടോ. അതിന് ഏകദേശം എടുത്ത് കൊടുക്കാം. ഓരോന്നോരോന്ന് ഈ കരച്ചിൽ ഇങ്ങനെ കുട്ടി തുടർന്നുകൊണ്ട് നമ്മൾ പിന്നെ അധികം ഫോട്ടോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ തന്നെ വേഗം വീട്ടിലേക്ക് പോന്നു. പിന്നെ വീട്ടിൽ വന്ന് ഒന്ന് കാമായതിന് ശേഷമാണ് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട്. വാമിയുടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു ഷോറൂൺ ഉണ്ടായിരുന്നത്. പോർട്രേറ്റ് ഓഫ് എ ലേഡി കേട്ടോ. വാമി മോളിക്ക് നോക്ക്. വേഗം കണ്ണു കഴിഞ്ഞാന്ന് ചേട്ടാ.